ഫിലിമാണ്. ടോവിനോയുടെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു തല്ലുമാല ടൈപ്പിലുള്ള നന്നായിട്ടുണ്ട്. നല്ല അഭിനയമാണ്. ഒരു എൻ്റർടൈൻ മൂവിയാണ്, പക്ക എൻ്റർടൈൻ മൂവിയാണ്. ചെറിയ ലാഗ് ചെറിയ മൈനോട്ടായി ലാഗ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് സെക്കൻഡ് ആയിട്ട് നന്നായിട്ടുണ്ട്. പിന്നെ സഹനടന്മാരെ വർഗീസ് ആണെങ്കിലും സോബിൻ ഭാവനയുടെ കമ്പാക്ട് കാണാം. നല്ല അടിപ്പടം. നമ്മളൊരു താരങ്ങളുടെ ക്യാരക്ടറായിട്ടുള്ള ഒരു പടമായിട്ട് ടോവിനോയുടെ ഒരു സരജുമാർ ടൈപ്പ് അത് ഒരു താരനാടുള്ള ഒരു സിനിമ നന്നായിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ടോവിനോയുടെ. ഒരു ട്രെൻഡിങ് മൂവി, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പെട്ട എല്ലാവർക്കും ട്രെൻഡിങ് ആയിട്ട് തന്നിമാരെ പോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 3.5 എന്തായാലും റേറ്റിംഗ് എന്തായാലും കിട്ടും. അപ്പോൾ ഇന്നേരം എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട്. 100 കോടിക്ക് അഭിനയിക്കാനുള്ള സാധ്യത 100 കോടിയൊന്നും എത്തില്ല. എന്നാലും നിങ്ങളൊരു ആവേശത്തോടൊന്നും ഇല്ല. എന്നാലും ഇപ്പോഴത്തെ ട്രെൻഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ച് പേരെന്തായാലും കാണും. ഫാമിലി മൂവ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ കാണുന്നത് ചെക്കന്മാർ ഇപ്പോഴത്തെ ട്രെൻഡ്സ് ആയിട്ടുള്ള ചെക്കന്മാർ എന്തായാലും ഫസ്റ്റായിട്ട് കാണാൻ പറ്റും. കാരണം തന്നുമാല ടൈപ്സ് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ടോവിനോയുടെ ലുക്ക് ഇപ്പോൾ വേറെ വ്യത്യാസമായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടുള്ള ലുക്കുകളാണ്. പൊതുവെ ഓൾമോസ്റ്റ് നല്ല ഫിലിമാണ്. കണ്ടിരിക്കാം. ഒറ്റ വാച്ച്. ഈ പണ്ടത്തെ ജിപ്സികളുടെ ഒക്കെ കോസ്റ്റ്യൂംസ് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, സെമി ടൈപ്പ് ആണെങ്കിലും ആൾക്ക് നെയിൽ പോളിഷ് ഇട്ടാലും കുഴപ്പമില്ല, ജനറലാണെങ്കിലും കുഴപ്പമില്ല. ഒരു ജനറൽ ന്യൂട്രലാണെങ്കിൽ പറയാം. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ ഭയങ്കര നാച്ചുറൽ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേച്ചർ ആർമിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ആളാണ്. ആ ഒരു ക്യാരക്ടറാണ് ആ കോസ്റ്റ്യൂമിന് ഈ സിനിമയിലെ ഭയങ്കര ഇമോഷണൽ സീക്വൻസിൽ ഒരു ടേർട്ടിൽ ഫുൾ സ്ലീവ് ഷർട്ട് ഇടുന്നില്ലേ ടൊവിനോ സെക്കൻഡ് ഹാഫിലെ മെയിൻ ഒരു സീക്വൻസ്, ഇമോഷണൽ സീക്വൻസ്, അത് അതിന്റെ ഫൈൻഡിങ് എങ്ങനെയായിരുന്നു? അതിന്റെ ബേസിക്കലി അതൊരു ക്യാരക്ടറിന്റെ ആയിട്ട് കോസ്റ്റ്യൂമായിട്ടാണ് അത് എടുത്തത്. സോ അത് ഒരു വിന്റർ സീനാണ്. അപ്പോൾ അതുകൊണ്ട് ടർട്ടിൽ നെക്ക് ഫുൾ സ്ലീവ്. പിന്നെ ആ മൂവിയുടെ കളർ പാലറ്റ് അതായിരുന്നു. അതുകൊണ്ട് ആ ഒരു കളർ ഈ അല്ലാതെ നടികറിന് ഒരു കളർ പാലറ്റ് ഉണ്ടായിരുന്നോ ടോട്ടൽ? ഇപ്പൊ സുരേഷ് കൃഷ്ണയുടെ കോസ്റ്റ്യൂംസ് എടുക്കുകയാണെങ്കിലും ബാലുവിന്റെ കോസ്റ്റ്യൂംസ് എടുക്കുകയാണെങ്കിൽ എല്ലാം ഭയങ്കര വൈബ്രന്റ് അല്ലേ? ഒരു യെല്ലോ, റെഡ്, ഗ്രീൻ അങ്ങനത്തെ ഭയങ്കര കണ്ണടിച്ചു അങ്ങനത്തെ കളേഴ്സ് അല്ലേ എടുത്തേക്കണം? ആ പാലറ്റ് വെച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തതാണോ അങ്ങനത്തെ? ആക്ച്വലി കളർ പാലറ്റ് ആയിട്ട് ഉണ്ടായില്ല. കംപ്ലീറ്റ് മൂവിനെ നോക്കുവാണെങ്കിൽ. പക്ഷേ ജീനിന് കളർ വേണമെന്ന് കുറവായിരുന്നു. അത് ഞങ്ങൾക്കായിരുന്നു. ഈ റിലാക്സിംഗ് ഫിറ്റും ലൂസ് ഫിറ്റ് ഒക്കെ തന്നെയായിരുന്നു മെയിൻ ഐഡിയ? എല്ലാം മിക്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഡിഫറെൻറ്റ് നമ്മൾ ഒരു കോസ്റ്റ്യൂം വൈസ് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. അടിപൊളിയാണ്. എല്ലാവരും ഡിഫറെന്റ് ആക്ടേഴ്സാണ്. തല്ലുമാല പോലത്തെ സിനിമയാണ് അത്? അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. ഇമോഷൻസ് ആണ് കൂടുതൽ വർക്കാകുന്നത്. സൂപ്പർ 100% എൻ്റർടൈൻമെന്റ് സിനിമ. ഒന്നും പറയില്ല.